നമ്മൾ തിയറി ഓഫ് പ്രോബബിലിറ്റിയുടെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുവാണ്. ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. The probability of an event A given that B has happened is called the conditional probability of A given B and it's denoted by probability of A given B. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രോബബിലിറ്റി നടക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതായത് എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നടക്കണമെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഓൾറെഡി ഗിവൺ ആയിരിക്കണം. അതായത് ബി എന്നുള്ള ആ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എ എന്നുള്ളൊരു പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ അതാണ് ഈ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ, കൺസിഡർ എ ഫാമിലി വിത്ത് 2 children. ദ ഡിഫറെൻറ്റ് ഔട്ട്കംസ് ആർ ബോയ് ബോയ്, ബോയ് ഗേൾ, ഗേൾ ബോയ് ആൻഡ് ഗേൾ ഗേൾ. അപ്പോൾ നമ്മൾ ഒരു ഫാമിലിയിൽ 2 ചിൽഡ്രൻ ഉണ്ടെന്ന് ഓർക്കാം. അപ്പോൾ ആ 2 ചിൽഡ്രൻ്റെ പോസിബിലിറ്റീസ് എന്താ? ഒന്നെങ്കിൽ 2 ബോയ് ആകാം, അല്ലെങ്കിൽ ഒരു ബോയും ഗേളും ആകാം, അല്ലെങ്കിൽ ഒരു ഗേളും ബോയ് ആകാം, അല്ലെങ്കിൽ 2 ഗേൾസ് ആകാം. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ ഫസ്റ്റ് is a boy, the outcomes are only BB, BG, so that probability for both boys is equal to 1/2. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നു വെച്ചു, ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ബോയ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിച്ചമുള്ള ഏതൊക്കെ ഔട്ട്കംസേ കാണത്തുള്ളൂ? ഒന്നെങ്കിൽ 2 ബോയ് ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് 1 ബോയും സെക്കൻഡ് 1 ഗേൾ ആകാം. അപ്പോൾ ആ ഒരു 4 പോസിബിലിറ്റിയിൽ നിന്ന് 2 പോസിബിലിറ്റി മാത്രമേ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഫോർ ബോത്ത് ബോയ്സ് ആ മൊത്തം ഈ ഒരു ഗിവൺ കണ്ടീഷനിൽ 2 ബോയ് ആകാനുള്ള കണ്ടീഷൻ പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആയിരിക്കും. കാരണം നമുക്ക് ടോട്ടൽ 2 ചാൻസസേ ഉള്ളൂ ഇവിടെ, മൂത്തത് ബോയ് എന്നുള്ള ഒരു കേസിൽ. അപ്പോൾ 2 ബോയ് ആകാൻ 1/2 ആയിരിക്കും പ്രോബബിലിറ്റി. ദിസ് ഈസ് അണ്ടർ ദ കണ്ടീഷൻ ഫസ്റ്റ് ഈസ് എ ബോയ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താ? ഫസ്റ്റ് ചൈൽഡ് ബോയ് ആണെന്നുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രോബബിലിറ്റിയിൽ ചേഞ്ച് വന്നത്. ദെർഫോർ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോയ്സ് ഗിവൺ ഫസ്റ്റ് ഈസ് എ ബോയ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമ്മൾ ബോത്ത് ബോയ്സ് എന്നുള്ളതാണ് എ എന്നുള്ള ഇവൻ്റ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈസ് എ ബോയ് എന്നുള്ളതാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്ര? 1/2 ആയിട്ട് നമുക്ക് കിട്ടി. This is called the conditional probability, as the condition is that first is a boy. Not if the condition is not given, probability of both boys is equal to 1/4. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഈസ് എ ബോയ് എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താ? 2 ബോയ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. കാരണം നമുക്ക് 4 ഔട്ട്കംസ് ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ കണ്ടതല്ലേ, ഇതാണ് നമ്മുടെ 4 ഔട്ട്കംസ്. ആ 4 ഔട്ട്കംസിനകത്ത് 2 ബോയ് ആവാനുള്ള ചാൻസ് 1/4 ആണ്. നമുക്കിവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് അത് 1/2 ആയത്. ഇനി നമുക്ക് തിയറം നോക്കാം. Theorem, probability of A given B is equal to probability of A intersection B divided by probability of B. അപ്പോൾ probability of A given B യുടെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. P of A given B is equal to probability of A intersection B divided by P of B. നമ്മളിതിൻ്റെ പ്രൂഫാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. Let n of B and n of B be the elementary outcomes in the event A and B respectively. A എന്ന് പറയുന്ന ഔട്ട്കം നടക്കാനുള്ള നമ്പേഴ്സാണ് n of A എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. B എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് നടക്കാനുള്ള നമ്പർ n of B എന്ന് പറഞ്ഞ് കൊടുത്തു. Let n of A intersection B is the elementary outcomes in the event A intersection B. അപ്പോൾ A intersection Bയിലുള്ള ഇവൻറ്റ്സിൻ്റെ ഔട്ട്കത്തിൻ്റെ നമ്പറിനെ നമ്മൾ n of A intersection B എന്ന് പറഞ്ഞ് കൊടുത്തു. Let n of S be the elementary outcomes in sample space. ടോട്ടൽ സാമ്പിൾ സ്പേസിൽ എസിനകത്തുള്ള എലമെൻറ്റ്സിന് നമ്മൾ n of S എന്ന് പറഞ്ഞ് കൊടുത്തു. P of A എന്നായിരിക്കും? P of A എന്ന് പറയുന്നത് n of A ഡിവൈഡ് ബൈ n of S ആണല്ലോ. അതാണല്ലോ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ. ടോട്ടലിൽ നിന്ന് എയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള നമ്പർ എത്രയാണോ. അപ്പോൾ P of A നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ P of B എന്ന് പറയുന്നത് n of B ഡിവൈഡ് ബൈ n of S ആയിരിക്കും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്താ? n of A ഇൻ്റർസെക്ഷൻ B ഡിവൈഡ് ബൈ n of S ആയിരിക്കും. എന്തുകൊണ്ടാണ് n of S ഡിനോമിനേറ്റർ വരുന്നത്? ടോട്ടൽ നമുക്ക് അത്രയും ഔട്ട്കം ആണുള്ളത്. അത് നമ്മളെപ്പോഴും പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ ഇത് എന്താ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിൽ ടോട്ടൽ ഔട്ട്കം എത്രയാണോ അത് ഡിനോമിനേറ്ററിൽ ചെയ്തിട്ട് ന്യൂമറേറ്ററിൽ നമ്മൾ എടുത്തിട്ടുള്ള ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള നമ്പർ എത്രയാണോ അതായിരിക്കും ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് B ഹാസ് ഒക്കേർഡ് ദ ഔട്ട്കം ഇൻ സാമ്പിൾ സ്പേസ് will be reduced to n of B only and outcomes in A will be reduced to n of A intersection B. അപ്പം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഒക്യൂർ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ n of A ഇൻ്റർസെക്ഷൻ ബി ആകും, ഡിനോമിനേറ്ററിൽ n of B യും ആകും. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ എ ഗിവൺ ബി ഈസ് ഇക്വൽ ടു n of A ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ n of B എന്ന് പറഞ്ഞാണ്. സോ നമ്മൾ മേലും താഴെയും n of S കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n of A intersection B divided by n of S, n of B divided by n of S. അപ്പോൾ നമുക്ക് ചേഞ്ച് വരത്തില്ലല്ലോ, മേളിലും താഴെയും സെയിം നമ്പറും ഉണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തത്.
അപ്പം എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ എൻ ഓഫ് എസും എൻ ഓഫ് ബി ഡിവൈഡ് ബൈ എൻ ഓഫ് എസും എന്താണെന്ന് നമ്മൾ കണ്ടേ. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതുപോലെ എൻ ഓഫ് ബി ഡിവൈഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് പി ഓഫ് ബി ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് വേണേലും കണ്ടുപിടിക്കാം. ഈ സെയിം പ്രൂഫ് തന്നെയാണ്. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആയിരിക്കും. അപ്പം എപ്പോഴും ഓർക്കുക, ഈ ഗിവൺ കണ്ടീഷൻ കഴിഞ്ഞ്, അതായത് ആ ഒരു സ്ലാഷ് കഴിഞ്ഞിട്ട് ഏത് സിമ്പിളാണോ വരുന്നത് അതായിരിക്കും ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇപ്പം ഇവിടെ എ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ പി ഓഫ് എ വന്നത്. ഇവിടെ നമുക്ക് പി ഓഫ് എ ഗിവൺ ബി എന്ന് വരുമ്പോൾ ബി ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ പി ഓഫ് ബി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇഫ് P of A is equal to 1 by 3, P of B is equal to 1 by 4 and P of A intersection B is equal to 1 by 52, find probability of A given B and probability of B given A. അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളതെല്ലാം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. P of A given B യുടെ ഇക്വേഷൻ എന്താ? probability of A intersection B divided by probability of B ആണ്. A intersection B യുടെ probability എത്രയാണ്? 1 by 52. 1 by 52 divided by P of B എത്രയാണ്? 1 by 4. So 1 by 52 divided by 1 by 4 ചെയ്യുമ്പോൾ നമുക്ക് 4 by 52 എന്ന് കിട്ടും. അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 1 by 13 എന്ന് പറഞ്ഞ് കിട്ടും. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്താ? പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ്. മേലത്തെ ടേമിന് വ്യത്യാസമില്ല. എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും സെയിം ആണെന്ന് നമുക്കറിയാം. സോ മേലത്തെ ടേമിന് വ്യത്യാസമില്ല. ആ ഡിനോമിനേറ്റർ ടേം മാത്രമേ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാറത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1 by 52 ആണെന്ന് അറിയാം. അതേ ഡിവൈഡ് ബൈ പി ഓഫ് എ എന്ന് പറയുന്നത് 1 by 13 ആണ്. സോ 1 by 52 ഡിവൈഡ് ബൈ 1 by 13 ചെയ്യുമ്പോൾ നമുക്ക് 1 by 4 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് രണ്ട് ഇവൻസിൻ്റെ ഇൻഡിപെൻഡൻസ് നോക്കാം. ഇൻഡിപെൻഡൻസ് ഓഫ് 2 events, that is statistical independence. If A and B are 2 events such that probability of A given B is equal to P of A and probability of B given A is equal to P of B, we say that A and B are independent. That is when P of A given B is equal to P of A, we have P of A intersection B is equal to P of A into P of B. ഇൻഡിപെൻഡൻസ് ഓഫ് 2 events എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇവൻ്റ് ഉണ്ടെന്ന് വെച്ചു, എയും ബി എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റ്. അപ്പോൾ ആ രണ്ട് ഇവൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മുടെ പി ഓഫ് എ ഗിവൺ ബി ഉണ്ടല്ലോ, പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കണം. അതുപോലെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പി ഓഫ് ബിയും ആയിരിക്കണം. ഒറിജിനൽ ഇക്വേഷൻ എന്താ? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ്. ആ ഒരു ഇക്വേഷന് പകരം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? പി ഓഫ് എ ആയിരിക്കണം. അതുപോലെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പി ഓഫ് ബി ആയിരിക്കണം. അപ്പം ഇങ്ങനെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുമ്പം നമുക്കിതിൽ നിന്ന് എന്താ കിട്ടുന്നത്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയായിട്ട് കിട്ടും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിട്ട് കിട്ടും. സോ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് ഫോർ എനി 2 events. If A and B are any 2 events, then the probability for both A and B to take place together denoted by probability of A intersection B is equal to P of A into probability of B given A, provided P of A not equal to 0, or P of B into P of A given B, provided P of B not equal to 0. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി കണ്ടതാണ്. അതുപോലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് 2 events ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എ ആൻഡ് ബി രണ്ട് ഇവൻ്റ് ആയിട്ട് എടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കൊണ്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആയിരിക്കണം. ഇവിടെ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ പി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇല്ലെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ആയിരിക്കണം. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ എനി 2 events, പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ. അപ്പം നമുക്ക് എയും ബി രണ്ട് ഇവൻ്റാണ്. പി ഓഫ് ബി ഗിവൺ എ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? പി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ നമുക്കറിയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ്. അതിൽ നിന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയായിട്ട് കിട്ടുന്നത്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പി ഓഫ് ബി എ ഗിവൺ ബി എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. അത് നമുക്ക് ഫോർമുല എന്നറിയാം. സോ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിട്ട് കിട്ടും? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ് കിട്ടി.
ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ എനി ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ 2 ഇവൻറ്റ്സ് ആണ് നോക്കിയത്. ഇപ്പം നമ്മൾ ഈ ഇവൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ, അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ആ ഒരു കേസിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ two independent events, then the probability for both A and B to happen is the product of their probability. അപ്പം എയും ബി എന്ന് പറയുന്നത് 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ അവർ 2 പേരോട് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 പേരുടെയും പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം. അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കണം. ഇവിടുത്തെ കണ്ടീഷൻ എന്താ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. As we know, multiplication theorem for any two events A and B is P of A intersection B is equal to P of A into P of B given A. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നിന്ന് കണ്ടതാണ് P of A intersection B എന്ന് പറയുന്നത് എന്തായിരിക്കും, P of A into P of B given A ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻ വെച്ച് പി ഓഫ് ബി ഗിവൺ എന്ന് പറയുന്നത് പി ഓഫ് ബി ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ഇവിടെ നമ്മൾ പി ഓഫ് ബി ഗിവൺ എക്ക് പകരം എന്ത് കൊടുക്കുന്നു, പി ഓഫ് ബി എന്നുള്ള ഈ ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിട്ട് കിട്ടി. നമുക്കിതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 4/5, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 3/5, ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ് തന്നിട്ടുണ്ട്. എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. സോ 4/5 ഇൻറ്റു 3/5 ദാറ്റ് ഈസ് ഈക്വൽ 12/25 ആയിരിക്കും നമ്മുടെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കാം. ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 2/5, ഇഫ് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 3/8, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1/20, എക്സാമിൻ വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അതുപോലെ തന്നെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. അപ്പോൾ അത് കിട്ടിയ ഉത്തരവും പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നുള്ള ഉത്തരം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവർ തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ചെയ്തപ്പോഴത്തേക്ക് എത്ര കിട്ടിയത്, 3/20 ആണ് കിട്ടിയത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്തപ്പം 1/20 കിട്ടിയത്. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. സോ എയും ബിയും എന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 32 നോക്കാം. പ്രോബബിലിറ്റി ദാറ്റ് എ വിൽ പാസ് പേപ്പർ 1 is 0.3 and probability that it will pass paper 2 is 0.7. What is the probability that he will pass both the papers assuming passing the 2 papers is as independent. അപ്പോൾ നമുക്ക് ഒരു പേപ്പർ പാസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.3, മറ്റേ പേപ്പർ പാസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.7 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 പേപ്പർ പാസ് ചെയ്യുന്നത് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ടോട്ടൽ ഇവർ 2 പേപ്പറും പാസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. 2 പേപ്പറും പാസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താ, എ ഇൻ്റർസെക്ഷൻ ബി ആണ്. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. സോ 0.3 ഇൻറ്റു 0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.21 ആയിരിക്കും ഉത്തരം. ഇനി 33, ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.4, P of B is equal to 0.3, P of A intersection B is equal to 0.2. Find the probability of at least one of the events to occur, exactly one of the events to occur, none of the events to occur. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഇവൻറ്റ്സ് ടു ഒക്കർ എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ഓഫ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബിയുടെ ഉത്തരം എന്താ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പി ഓഫ് എ 0.4 ആണ്, പി ഓഫ് ബി 0.3 ആണ്, മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ് 0.2. സോ നമുക്ക് 0.5 ആയിട്ട് കിട്ടി. ഇനി എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് ടു ഒക്കർ. എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ വെൻ ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്, സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന വെൻ ഡയഗ്രാം. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതായത് ഈ ഒരു ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള പോർഷൻ നമ്മൾ മൈനസ് ചെയ്ത് കളയുന്നു. അതാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് കൊണ്ടെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിയൻ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് സൈനാണ് ഇടേണ്ടത്. പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്താ, ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ആ ടോട്ടൽ പ്രോബബിലിറ്റി ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള പ്രോബബിലിറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് പി ഓഫ് എ എത്രയാണ് 0.4 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയ 0.2 പ്ലസ് പി ഓഫ് ബി എത്ര 0.3 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.2. സോ നമുക്ക് എത്ര കിട്ടി 0.3 ആയിട്ട് കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദി ഇവൻറ്റ്സ് ടു ഒക്കർ. നൺ ഓഫ് ദി ഇവൻറ്റ്സ് എങ്ങനെയാണ്,
പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഒന്നിൽ നിന്ന് പി ഓഫ് എ യൂണിയൻ ബി മൈനസ് ചെയ്യുന്നു. ടോട്ടൽ പ്രോബബിലിറ്റി നടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് എ യൂണിയൻ ബി. സോ ഒന്ന് നടക്കേണ്ട പ്രോബബിലിറ്റി എന്താ? 1 ആണ് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി. അതിൽ നിന്ന് യൂണിയൻ എന്നുള്ള അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ചെയ്യുമ്പോഴത്തേക്ക് 1 മൈനസ് 0.5 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണ് തന്നിട്ടില്ല. സോ നമ്മൾ നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ദ പ്രോബബിലിറ്റി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ്സ് എ പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഈക്വൽ ഇസ് 2/5 ആൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബി സോൾവ്സ് ഇറ്റ് ഈസ് 3/8. If they try independently, find the probability that both solve the problem, none solve the problem, at least one solve the problem. അപ്പം രണ്ടുപേരും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? പി ഓഫ് എ ഈക്വൽ 2/5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് 2/5. സോ എ സോൾവ് ചെയ്യത്തില്ലാത്ത, അതായത് എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 1 മൈനസ് 2/5 ആയിരിക്കും, അതായത് 3/5 ആയിരിക്കും. ഇനി ബി സോൾവ് ചെയ്യാനുള്ളതാണ് 3/8 കൊടുത്തിരിക്കുന്നത്. സോ ബി സോൾവ് ചെയ്യാത്തതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ദാറ്റ് ഇസ് ഇക്വൽ ടു 1/3/8 ആയിരിക്കും, ഇസ് ഇക്വൽ ടു 5/8 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് സോൾവ് ദ പ്രോബ്ലം. ബോത്ത് സോൾവ് ദ പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എയും സോൾവ് ചെയ്യും ബിയും സോൾവ് ചെയ്യും. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇൻഡിപെൻഡൻറ്റ് കേസിൽ എന്താ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. സോ 2/5 ഇൻറ്റു 3/8 ദാറ്റ് ഇസ് ഇക്വൽ ടു 3/20 ആയിരിക്കും ഉത്തരം. ഇനി പ്രോബബിലിറ്റി ഓഫ് നൺ സോൾവ്സ് ദ പ്രോബ്ലം, അതായത് എയും സോൾവ് ചെയ്യത്തില്ല ബിയും സോൾവ് ചെയ്യത്തില്ല. അതായത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻറ്റ് എത്രയാണെന്ന് കിട്ടി? 3/5 ആണ്. സോ 3/5 ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് എത്ര? 5/8 ആണ്. സോ 3/5 ഇൻറ്റു 5/8 ദാറ്റ് ഇസ് ഇക്വൽ ടു 3/8 ആയിരിക്കും. Note, if A and B are independent, then A complement and B complement are also independent. That is, P of A complement intersection B complement is equal to P of A complement into P of B complement. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് 35th ക്വസ്റ്റ്യൻ നോക്കാം. An article manufactured by a company consists of two parts A and B. In the process of manufacturing part A, 9 out of 100 are likely to be defective. Similarly, 5 out of 100 are likely to be defective in the manufacture of part B. Calculate the probability that the assembled part will be defective. അപ്പം നമ്മളോട് ഈ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് 100 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ 9 ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബി എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് 100-നകത്ത് 5 ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് ഡിഫക്റ്റീവ് ഇത് രണ്ടും കൂടെ അസംബിൾ ചെയ്തപ്പോഴത്തേക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോബബിലിറ്റി പാർട്ട് എ നോട്ട് ബി ഡിഫക്റ്റീവ്, അതായത് ഡിഫക്റ്റീവ് ആവാത്തതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. എ ഡിഫക്റ്റീവ് ആവാത്തതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞെടുക്കാമല്ലോ. സോ പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിഫക്റ്റീവ് എത്രയാണെന്ന് തന്നെ 9 100 ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. സോ 9/100 ആണ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി. സോ നോട്ട് ഡിഫക്റ്റീവിൻ്റെ പ്രോബബിലിറ്റി എന്താ? 1 മൈനസ് 9/100 ആയിരിക്കും. സോ 91/100 ആയിരിക്കും പ്രോബബിലിറ്റി നോട്ട് ഡിഫക്റ്റീവ് എന്നുള്ളതിൻ്റെ ഇത് കിട്ടുന്നത്. ഇനി പി ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് ദ പാർട്ട് ബി നോട്ട് ഡിഫക്റ്റീവ്, ഇതുപോലെ തന്നെ പാർട്ട് ബി നോട്ട് ഡിഫക്റ്റീവ് എന്തായിരിക്കും? ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി 5/100 ആണ്. സോ നോട്ട് ഡിഫക്റ്റീവ് 1 മൈനസ് 5/100 95/100 ആയിരിക്കും. ഇനി അസംബിൾഡ് പാർട്ട് നോട്ട് ഡിഫക്റ്റീവ്, അസംബിൾഡ് പാർട്ട് നോട്ട് ഡിഫക്റ്റീവ് ആണെങ്കിൽ പാർട്ട് എയും പാർട്ട് ബിയും നോട്ട് ഡിഫക്റ്റീവ് ആയിരിക്കണം. അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കണം. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ്. സോ 91/100 ഇൻറ്റു 95/100 8645 ഡിവൈഡ് ബൈ 10,000 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. സോ ഇവിടെ നമ്മൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 36th ക്വസ്റ്റ്യൻ നോക്കാം. എ യൂണിവേഴ്സിറ്റി ഹാസ് ടു സെലക്ട് ആൻ എക്സാമിനർ ഫ്രം എ ലിസ്റ്റ് ഓഫ് 50 persons. 20 of them are women, 30 men. 10 of them know Hindi and 40 do not. 15 of them are teachers and remaining are not. What is the probability of the university selecting a Hindi knowing women teacher? നമുക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രോബബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദി അറിയാവുന്ന ആൾക്കാരെ നമ്മൾ എ ആയിട്ട് എടുത്തു. സോ പി ഓഫ് എ എന്ന് പറയുന്നത് എത്ര എണ്ണമായിരിക്കും? 40 പേർ
10 പേർക്ക് ഹിന്ദി അറിയാം, 40 പേർക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. സോ ടോട്ടൽ 10 + 40 50 ആയിരിക്കും. സോ ഹിന്ദി അറിയുന്ന ആൾക്കാരുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് PF A ആയിട്ട് എടുത്ത് 10/50 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഈ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ വിമനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി, ഇതിനകത്ത് നമുക്ക് 20 ഓഫ് ദം വിമൻ 30 മെൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ടോട്ടലും 50 ആണ്. സോ വിമനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ, 20/50 ആയിരിക്കും. ഇനി പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ടീച്ചറിനെ നമ്മൾ POC ആയിട്ട് എടുത്തു. ടീച്ചർ എത്ര പേരുണ്ട്, 15 ഓഫ് ദം ആർ ടീച്ചേഴ്സ് ആൻഡ് റിമൈനിങ് നോട്ട് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് അറിയാം ടോട്ടൽ നമുക്ക് 50% ആണുള്ളത്. 15 പേര് ടീച്ചറാണ്. സോ അതിൻ്റെ ടീച്ചറിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി POC ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് 15/50 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹിന്ദി നോയിങ് വിമൻ ടീച്ചർ. ഹിന്ദി നോയിങ് വിമൻ ടീച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, POF_A_C ആയിരിക്കും. അതായത് ഹിന്ദി അറിയണം, വിമൻ ആയിരിക്കണം, ടീച്ചറും ആയിരിക്കണം. സോ ABC എന്നുള്ള കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. POF_A_B_C ആണ്. ഇതിവിടെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ POF_A×PB×PFC ആയിരിക്കും. സോ 10/50 × 20/50 × 15/50 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3000 / 1,25,000 എന്ന് പറഞ്ഞ് കിട്ടും. സോ 3/125 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 37 നോക്കാം. 2 persons A and B attempt independently to solve a puzzle. The probability that A will solve is 3/5 and the probability that B will solve is 1/3. Find the probability that the puzzle will be solved by at least one of them. അപ്പം നമുക്ക് എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു പ്രോബിലിറ്റി സോൾവ് ചെയ്യുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവിങ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫോർമുല കണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 - പ്രോബിലിറ്റി ഓഫ് നൺ എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. സോ 1 - പ്രോബിലിറ്റി ഓഫ് നൺ സോൾവിങ് എന്താ, എയും സോൾവ് ചെയ്യുന്നില്ല, ബിയും സോൾവ് ചെയ്യുന്നില്ല. സോ അതിൻ്റെ അർത്ഥം എന്താ, A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. സോ 1 - പ്രോബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അതായത് 1 - പ്രോബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B കോംപ്ലിമെൻ്റ് ആണ്. കാരണം A ബിയും ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ 1 - 2/5 × 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 4/5 4/15 ദാറ്റ് ഈസ് ഈക്വൽ ടു 11/15 ആയിട്ട് നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 38 നോക്കാം. ദ ഓഡ്സ് എഗെയിൻസ്റ്റ് എക്സ് സോൾവിങ് എ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബ്ലം ആർ 8-6 and the odds in favor of student Y solving the same problem are 14-16. What is the probability that problem is solved, problem is not solved? അപ്പം ഇവിടെ ഓഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് സോൾവ്സ് എ പ്രോബ്ലം, അതിന് നമ്മൾ POF ആയിട്ട് എടുത്തു. എക്സ് സോൾവിങ് ദ പ്രോബ്ലം നമുക്ക് എത്രയായിട്ട് കിട്ടിയിരിക്കുന്നത്, 6/14 ആണ്. അതുപോലെ Y സോൾവിങ് ദ പ്രോബ്ലം POF എത്ര, 14/30 ആണ്. സോ എക്സ് നോട്ട് സോൾവിങ് ദ പ്രോബ്ലം എന്താ, POF കോംപ്ലിമെൻറ്റ് എന്താ 1 - 6/14 ആയിരിക്കും. സോ 8/14 ആയിട്ട് കിട്ടി. പ്രോബിലിറ്റി ഓഫ് Y നോട്ട് സോൾവിങ് ദ പ്രോബ്ലം എത്ര, POF കോംപ്ലിമെൻ്റ് ആയിരിക്കും. സോ 1 - 14/30 16/30 ആയിട്ട് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് POFഉം POFയും എങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ ഓഡ്സിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. POF എന്ന് പറയുന്നത് അതിൻ്റെ ഓഡ്സ് 8-6 എന്ന് പറഞ്ഞാണ് കിട്ടിയത്. സോ 6 / 8 + 6 14, അതാണ് ഈ POF എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ POF എന്ന് പറയുന്നത് വൈയുടെ ഓഡ്സ് കൊടുത്തിരിക്കുന്നത് 14-16 ആണ്. സോ 14 / 14 + 16 30, അങ്ങനെയാണ് നമുക്ക് POF കിട്ടുന്നത്. ഓഡ്സ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ളത് നേരത്തെ M/M+N എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടതാണ്, അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ്സ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈൻ്റെ യൂണിയൻ ആയിരിക്കും. സോ POF + POF POF ഇൻ്റർസെക്ഷൻ Y ആയിരിക്കും. അപ്പോൾ നമുക്ക് X ഇൻ്റർസെക്ഷൻ Y POF × POF ആയിട്ട് എടുക്കാം. ഇത് ഇൻഡിപെൻഡൻറ്റ് കേസ് ആയതുകൊണ്ട്. സോ 6/14 + 14/13 - 6/14 × 14/30 നമുക്ക് 73/105 ആയിട്ട് കിട്ടി. ഇനി പ്രോബബിലിറ്റി ദ പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ്. പ്രോബ്ലം നോട്ട് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. അതായത് എക്സും സോൾവ് ചെയ്യുന്നില്ല, വൈയും സോൾവ് ചെയ്യുന്നില്ല. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ Y കോംപ്ലിമെൻ്റ് ആയിരിക്കും. POF കോംപ്ലിമെൻറ്റ് × POF കോംപ്ലിമെൻറ്റ് എത്രയായിട്ട് കിട്ടി, 32/105 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഇത്രയും പറഞ്ഞ പ്രോബ്ലംസും ഡെഫിനിഷനും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.